കായംകുളം PKKSM ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം നഗരസഭ 13-ാം വാർഡ് വികസന സമിതിയുടെ സഹകരണത്തോടെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് കായംകുളം PKKM ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം നഗരസഭ 13-ാം വാർഡ് വികസന സമിതിയുടെ സഹകരണത്തോടെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപ്ര മിസ്പ സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. മെഡിക്കൽ ക്യാമ്പിൽ കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അങ്ങനെ രോഗപ്രതിരോധങ്ങൾ നമ്മൾ വീടുകളിലും അതുപോലെ തന്നെ ഫ്രൈഡേ ആചരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസമായിട്ട് വെള്ളി, ശനി, ഞായർ നമ്മളെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും നടത്തണം എന്നാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എല്ലാ സ്കൂളുകളിലും നടന്നു. അത് ആരോഗ്യ മേഖലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പല സ്കൂളുകളിലും പോയി നടത്തിയിട്ടുണ്ട്. അല്ലാത്ത ഒരു മരുന്നാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഞാൻ ആയുർവേദം സേവിക്കുന്ന ഒരാളാണ്. എല്ലാം ഞാൻ പറയും. ഞാൻ ഈ അടുത്ത സമയത്ത് വരും. ഇന്ന് ഞാൻ രാവിലെ ആയുർവേദ മരുന്ന് കഴിച്ചിട്ടേ മതി. അപ്പം ആയുർവേദം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മരുന്ന് തന്നെയാണ്. 13-ാം വാർഡ് കൗൺസിലർ ബാബുജി അധ്യക്ഷനായി. ഞാൻ ഈ വാർഡിൽ കൗൺസിലറായതിനു ശേഷം 3-ാമത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. 2 ക്യാമ്പും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, പരിക്കേൽക്കാത്ത രീതിയിൽ ഇവിടെ നടത്തുവാനിടയായി. ഒന്ന് നമ്മുടെ അഹല്യ ഐ ഹോസ്പിറ്റലിൽ അവർ വന്നൊരു ക്യാമ്പ് നടത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ കായംകുളം ക്യാമ്പ് നടത്തുവാനിടയായി. തീർച്ചയായിട്ടും ഇതിനേക്കാളും ഭംഗിയായി ഒരു ക്യാമ്പ് നടത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് ശ്രമിക്കും. PKKM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ S സ്വാഗത പ്രസംഗം നടത്തി. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ആയുർവേദ പ്രതിവിധികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.